ഓം ശാന്തി. കുറേ അമ്മമാരായി, കുറേ കുട്ടികളായി, കുറേ ബ്രദേഴ്സായി നിരന്തരമായിട്ട് എനിക്ക് അയക്കുന്ന ഒരു മെസ്സേജാണ്. ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു ജീവിക്കുന്നുണ്ടായിരുന്നത്, ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട്. ചിലർ ഭർത്താക്കന്മാർ ഫോറിൻ പോയി, അല്ലെങ്കിൽ ഭാര്യ വേറെ തന്നെ ജോലിക്ക് പോയി, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. പക്ഷേ ഒരാൾ മറ്റൊരാളെ പതുക്കെ മൈൻഡ് ചെയ്യാതിരിക്കുന്നു, മറ്റാൾ തിരക്കായിട്ട് മാറുന്നു, ഈ റിലേഷൻഷിപ്പ് അവർക്കൊരു വേണ്ടാത്തതായിട്ട് മാറുന്നു. എനിക്ക് ജീവിക്കണം തന്നെ തോന്നുന്നില്ല, അവരില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല, അവർക്കാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടും എൻ്റെ കുറ്റം കണ്ടെത്താൻ മാത്രമേ പറ്റുന്നുള്ളൂ, എനിക്ക് ജീവിക്കണം എന്ന് തോന്നുന്നില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, എനിക്ക് ഡിപ്രഷനിലേക്ക് ഞാൻ പോകുന്നു, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു, എനിക്കൊരു കൗൺസിലറെ കണ്ടേ പറ്റുന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ ആയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം ഒരാൾക്കോ രണ്ടാൾക്കോ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. ഇത്തരത്തിൽ മാനസിക പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. വിവാഹ ജീവിതം ആരംഭിച്ചവരും മുന്നുള്ളവരും, റിലേഷൻ ആരംഭിച്ച് വിവാഹ ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് തകർന്നു പോയവർ, അഥവാ തകർത്തിൻ്റെ അവസ്ഥയിലെത്തിയവർ, ഞാൻ എങ്ങനെ അതിനെ ഹീൽ ചെയ്യും, എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് എത്രയോ വാട്സപ്പ് മെസ്സേജസ് ആണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലും കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് ഉത്തരം പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയിട്ടില്ല. പലപ്പോഴും പല മെസ്സേജസിനും ഞാൻ ഉത്തരം കൊടുത്തിട്ടില്ല. ഒരു കാര്യം ഞാൻ ആദ്യം നിങ്ങളോട് പറയുകയാണ്, ഞാൻ എപ്പോഴും സെൽഫ് വാല്യൂവിൽ വളരെയധികം വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഒറ്റ ഉത്തരം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ആദ്യം നിങ്ങൾക്ക് നിങ്ങളെ വിലയുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ വില വയ്ക്കുള്ളൂ. എന്നാലും നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിനെ കണ്ടുകൊണ്ട് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ എന്ന്. ഈവൻ എൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചു, അവളുടെ കൂട്ടുകാരൻ, ക്ലാസ്മേറ്റ് ആയിരിക്കുന്ന കുട്ടി ഒരാൾ ഇട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് സൂയിസൈഡിന് കമ്മിറ്റ് ചെയ്തു, ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ കുറേ പേര് പോയിക്കൊണ്ടിരിക്കുക ഒരു വീഡിയോ ചെയ്യുമെന്നൊക്കെ. ബ്രേക്കപ്പിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഇത്തരം അവസ്ഥകളുടെ ഡേ ബൈ ഡേ ഈ ക്വസ്റ്റ്യൻ കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനൊരു ഉത്തരം തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ആദ്യം ഞാൻ പറയട്ടെ, നമുക്ക് ഒത്തിരി വിഷമമുണ്ടാവുന്ന അവസ്ഥയാണ്. അതായത് പറയുന്ന ആളുകളുടെ മനസ്സിൻ്റെ പ്രയാസം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഫീലിംഗ് ഞാൻ പറയുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഒന്ന് കാണാൻ വേണ്ടി മണിക്കൂറുകളോളം കാത്തു നിൽക്കാൻ തയ്യാറായവർ, നമ്മൾ ഫോൺ വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വെക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയിരുന്നവർ, നിങ്ങളില്ലെങ്കിൽ എനിക്ക് എൻ്റെ ലോകമില്ല എന്ന് പറഞ്ഞിരുന്നവർ, അത്തരത്തിലൊക്കെ 1000 പ്രതിജ്ഞയുമായിട്ട് 1000 സ്നേഹത്തിൻ്റെ ഷെയറിങ്ങുമായിട്ട് നമ്മുടെ കൂടെ നിന്നവർ, അത്ര അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സപ്പോർട്ടും നമ്മളായിരുന്നു. പക്ഷേ ഇന്ന് അവർക്ക് നമ്മളുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ വരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പോകുന്നു, നിങ്ങൾ അവിടെ ജീവനോടെ ഇല്ല എന്ന് പോലും മൈൻഡ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ. പലർക്കും കുട്ടികളായി കഴിഞ്ഞു ജീവിതത്തിൽ, ഇനി എവിടേക്ക് പോകണം, എന്ത് പോകണം എന്നറിയുന്നേ ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് മുന്നേറുക? ചില സമ്പാദിച്ചു കൊണ്ടുവരുന്ന ഫാമിലിയിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില വീട്ടിൽ ഹസ്ബൻഡ്സിനായിരിക്കും ഇൻകം കൂടുതൽ, ചില വീട്ടിൽ ഭാര്യമാർക്കാണ് ഇൻകം കൂടുതൽ. അപ്പോൾ ഒരാൾക്ക് ഇൻകം കൂടുതൽ മറ്റൊരാൾക്ക് കുറവാകുമ്പോൾ നീ എൻ്റെ ചെലവിലാണ് കഴിയുന്നത് എന്നുള്ള വർത്തമാനം. ഭാര്യമാർ ജോലിയില്ല, ഭർത്താക്കന്മാരെ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ, എന്ത് പറയുമ്പോഴും എൻ്റെ ചെലവിൽ നീ തിന്ന് ജീവിക്കല്ലേ എന്ന് പറയുന്നു. ഇങ്ങനെ എന്തെല്ലാം മാനസിക പ്രയാസങ്ങളാണ് ഈ സമൂഹത്തിലെ കുടുംബത്തിൽ മുന്നോട്ട് പോകുന്നവർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തരികയാണ്, ഒരിക്കലും ഇത്തരത്തിലുള്ളതായിട്ടുള്ള അകൽച്ചകൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല ഉണ്ടാവുന്നത്. ആദ്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ അത് സാരല്ല, ശരിയായിക്കോളും എന്നതായിരിക്കുന്ന വിചാരം, അതല്ലെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിറക്ഷനിൽ കുറച്ച് നമ്മളുടെ അടുത്ത് എന്തെങ്കിലും, ഒരുപക്ഷെ ഓഫീസ് തിരക്കിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്ക് കൊണ്ടായിരിക്കാം ആക്ച്വൽ, അങ്ങനെ ഉണ്ടാവുമ്പോൾ തന്നെ അതൊന്നും ആയിരിക്കില്ല, ഇപ്പം എന്നെ വേണ്ടാണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ വേറെ വല്ല റിലേഷൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന മനസ്സിൻ്റെ ഭ്രാന്തികൾ കൊണ്ട് അങ്ങനെ റിലേഷൻസോടെ തകരുന്നവരും ഉണ്ട്, 2 കൂട്ടരും ഉണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, 2 പേര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ ആരംഭിച്ചുവെങ്കിൽ, ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ 2 പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഒരു ലൈഫിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ മറ്റൊരാളെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ, അകൽച്ച കാണിക്കുമ്പോൾ, ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് ചോദിക്കാൻ പേടി, ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് അങ്ങനെ നേരിട്ട് എങ്ങനെയാ പറയാന്നുള്ളതായിട്ടുള്ള ഒരു സങ്കോചം. അങ്ങനെ നിങ്ങൾക്ക് സങ്കോചം തോന്നുന്നുണ്ടെങ്കിൽ ഒരു വിഷമം വിചാരിക്കാനില്ല. ഇന്ന് എന്തൊക്കെ സാധ്യതകൾ, മാധ്യമങ്ങൾ അതിനു വേണ്ടി നമുക്ക് പങ്കിടാനുണ്ട്. ഒന്നുകിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജിലൂടെ, അല്ലെങ്കിൽ നേരിട്ട് പറയാൻ വിഷമമുണ്ടെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ
തുറന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്, അതൊന്നും ശരിയല്ല എന്ന് പറയരുത്. ഒരിക്കലും ആർക്കും ആരാമനോൻ്റെ തെറ്റ് അംഗീകരിക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ടൊരു സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരികയാണ്. എന്താന്ന് അറിഞ്ഞൂടാ, എനിക്ക് നിങ്ങൾക്ക് ആ പഴയ പോലതായിട്ടുള്ള വാംത്ത് എന്നോട് ഇല്ലയെന്ന്, അല്ലെങ്കിൽ ആ പഴയ പോലെയല്ല ഇപ്പം എന്നോട് പെരുമാറ്റമെന്ന്, അതോ നിങ്ങൾ കുറച്ച് ഓവർ തിരക്കിലായി പോയിട്ടാണോന്ന് അറിയില്ല, എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് കുറച്ച് മധുരമായിട്ട് സംസാരിച്ചു നോക്ക്. അഥവാ റിയലി അവർ വല്ല തിരക്കിൽ പെട്ടിട്ടും കാര്യങ്ങളിൽ പോയിട്ടും പിന്നെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നേറുന്ന സമയത്ത് പണ്ടത്തെ കാലത്ത് നമ്മൾ ഒന്നു ചേരാൻ വേണ്ടി ആഗ്രഹിച്ച കാലം പോലെ അല്ലല്ലോ ജീവിതം ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചേക്കും. അപ്പോൾ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഇമ്പോർട്ടൻസ്, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് തിരക്ക് തോന്നുന്നത് എങ്കിൽ ഇങ്ങനെ നിങ്ങളൊരു മെസ്സേജ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കുമോ എൻ്റെ കൂടെയുള്ള എൻ്റെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അവരെ കെയർ ചെയ്യേണ്ടിയിരിക്കണു എന്നൊരു ഫീലിംഗ് വരും. അതല്ല ചില ആളുകൾ പർപ്പസ്ഫുള്ളി വീട്ടിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക, ചാറ്റ് ചെയ്തിട്ട് ദൂരെയുള്ള അവരുടെ ഫ്രണ്ട്സിനോട് അഥവാ അവരുടെ ന്യൂ റിലേഷൻസിനോട് ഒരുപാട് സമയം സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. അവർ ബിസി ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. നിങ്ങൾ അവർക്ക് ചായ കൊണ്ടുകൊടുത്താലും കാപ്പി കൊണ്ടുകൊടുത്താലും അതല്ല നിങ്ങൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ ചെന്നാലും നിങ്ങളുടെ സാന്നിധ്യം തന്നെ അവർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് കാണിക്കുന്നു. നിങ്ങളുണ്ടോ ഇല്ലേ എന്നൊരു മൈൻഡും ഇല്ല. അവർ പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നർത്ഥം. ഇങ്ങനൊരു സന്ദർഭം വരുമ്പോൾ എന്താ ചെയ്യണ്ടേ? ഇവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം വരുന്നത്. ബാക്കിയുള്ള അവസ്ഥകളൊക്കെ ചോദിച്ചു പറഞ്ഞു മനസ്സിലാക്കാനോ തയ്യാറല്ല എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഒന്ന്, ഇനിയിപ്പോൾ ജീവിതത്തിൽ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരാൾ നമുക്ക് യാതൊരു വിലയും തരാത്ത രീതിയിലാണെങ്കിൽ രണ്ട് പോംവഴികളിലൂടെ നമുക്കതിനെ ഡീൽ ചെയ്യാം. ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരാൾ മറ്റൊരാളെക്കാൾ വലുതായി പോകുമ്പോൾ അഥവാ അവരുടെ ലോകം നിങ്ങളുടെ ലോകത്തിനേക്കാൾ വലുതായി പോകുമ്പോഴാണ് നിങ്ങളോട് വിലയില്ലാതായി പോകുന്നത്. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരാൾ എന്നെ അവഗണിക്കുമ്പോൾ, പ്രത്യേകിച്ചും ആര് എന്നെ ഇന്നലെ വരെ സർവസ്വം എന്ന് വിചാരിച്ചോ, ആരുടെ അപ്രീസിയേഷൻ്റെ വാക്കുകളാണോ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഊർജ്ജമായി മാറിയത്, അങ്ങനെ ഒരു വ്യക്തി നമ്മളെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ വല്ലാണ്ട് വിഷമിച്ചു പോകും മനസ്സ്. ആ വിഷമിച്ചു പോകുന്ന അവഗണനയുടെ പ്രതിഫലം എന്ന പോലെ നമ്മൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡേ ബൈ ഡേ താഴാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ ബോഡി പോസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ചിന്താധീനനായിട്ട് കൈ തലക്കി വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തലകുനിച്ച് ഇങ്ങനെ എപ്പോഴും ചിന്തയിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥയായിട്ട് മാറും. നിങ്ങൾ തന്നെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. ആ സന്ദർഭത്തിലുള്ള മനസ്സിൻ്റെ ചിന്തകളുടെ ക്വാളിറ്റി നോക്കിയാലോ, ദുഃഖം, ടെൻഷൻ, നിരാശ, മടുപ്പ്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ ഫീലിങ്സും നെഗറ്റീവ് എനർജിയുടെ കൂടാരങ്ങളാണ്. അതായത് ആ ഒരു സന്ദർഭത്തിൽ ഒരാൾ കയറുന്നു മറ്റൊരാൾ താഴ്ന്നു എന്നുള്ള അവസ്ഥയിൽ താഴേക്കല്ല നമ്മൾ പോകേണ്ടത്, അവർക്കൊപ്പത്തിനൊപ്പം മേലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെയാണ് നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ കുറച്ചൊരു അവഗണന പർപ്പസ്ഫുള്ളി ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അവർക്ക് ഒട്ടും സംസാരിക്കാൻ നേരമില്ല, മറ്റുള്ളവരോട് എത്ര വേണമെങ്കിൽ സംസാരിക്കാൻ നേരമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ അത് കണ്ടു, പക്ഷെ അതിനൊരു റിപ്ലൈ തരാൻ നേരമില്ല. ആ സമയം നോക്കിക്കഴിഞ്ഞാൽ ഓൾവേസ് അവർ ഓൺലൈൻ ചാറ്റിങ്ങിലായിരിക്കും. അങ്ങനെയൊക്കെ കണ്ടാൽ മനസ്സിലാക്കി ഇതൊരു പർപ്പസ്ഫുൾ നെഗ്ലക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, എന്നെ വിലയില്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ഒരു നിമിഷം പോലും ചെലവഴിക്കാനായിട്ട് ഞാൻ തയ്യാറാവില്ല. കാരണം എൻ്റെ വില ഞാൻ നിശ്ചയിക്കുകയാണ്. വേറൊരാൾ എന്നെ തട്ടിച്ചെറുപ്പിക്കാൻ നോക്കിയാൽ അവർക്ക് വേണ്ടാത്ത സാധനമാണ് ഞാനെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ജയിച്ചു കാണിക്കും. അതിനെയാണ് ജീവിതത്തിൻ്റെ വാശി എന്ന് ഞാൻ മാനിക്കുന്നത്. എല്ലാവരുടെയും വിചാരം അതായിക്കൊള്ളുന്നില്ല. പക്ഷെ തിരിച്ചു നോക്കാം, ജീവിതം ആരംഭിച്ചു എങ്കിലോ ഒരു കുഞ്ഞുണ്ട് കൂടെ, ആ കുഞ്ഞിന് വേണ്ടേ മാതാപിതാക്കൾ? നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. ആ കുഞ്ഞിൻ്റെ മുഖം ഓർക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും തയ്യാറായി പോവും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആവണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. പക്ഷേ ആ സമയത്ത് മറ്റൊരാളുടെ മുന്നിൽ നമ്മുടെ വാല്യൂ ഇല്ലാണ്ടാക്കിയിട്ടല്ല, നമ്മുടെ വാല്യൂവിനെ ഉയർത്തിയിട്ടാണ് വേണ്ടത്. അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സമയത്തിനെ ബിസി ആക്കാനുള്ള ഷെഡ്യൂൾ കണ്ടെത്തണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന, നിങ്ങൾക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴാണോ
ഏറ്റവും കൂടുതൽ ആനന്ദം കിട്ടുന്ന അങ്ങനെ ഒരു കാര്യം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. ചിലർക്ക് പാടാനായിരിക്കാം, ആടാനായിരിക്കാം, എഴുതാനായിരിക്കാം, പഠിക്കാനായിരിക്കാം, കുക്ക് ചെയ്യാനായിരിക്കാം, ഡ്രൈവ് ചെയ്യാനായിരിക്കാം, ന്യൂ സ്റ്റഡിയിലേക്ക്. ഒരു കാര്യം ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്, നിങ്ങൾക്ക് പാട്ടിനോടാണ് ഇഷ്ടമെങ്കിൽ പുതിയ പുതിയ പാട്ടുകൾ പഠിച്ചു പാടും. പണ്ട് പാടിയതിന് പാടലല്ല, പുതിയത് പഠിക്കാൻ വേണ്ടി സമയം സ്പെൻഡ് ചെയ്യൂ. മീൻസ് നമ്മുടെ മനസ്സും ബുദ്ധിയും ആ കാര്യത്തിൽ ഇൻവോൾവ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണോ ആ കാര്യത്തിലേക്ക് നിങ്ങൾ സ്വയം അവനവനെ ബിസി ആക്കിയിരിക്കണം. ഡെയിലി നമ്മുടെ ആക്ഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ ടു മച്ച് ബിസി ആവണം. വെറുതെ ബിസി ആവുകയല്ല, നമ്മുടെ വാല്യൂ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ബിസി ആവണം. വാല്യൂ ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ് ബിസി ആവുക? ഞാൻ നിങ്ങളുടെ ടാലൻറ്റ് കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഉള്ളിലെ കഴിവ് കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ മുന്നിട്ടിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അത് നോക്കിയിട്ട് നിങ്ങളിലുള്ള കഴിവ് വെച്ചുകൊണ്ട് സമൂഹം നിങ്ങൾക്ക് കോസ്റ്റ് പേ ചെയ്യാനും നിങ്ങൾക്ക് വാല്യൂ തരാനും പറ്റുന്ന രീതിയിലേക്ക് അതിനെ ഡെവലപ്പ് ചെയ്യണം. ചിലപ്പോൾ 1 മാസം, 2 മാസം, 4 മാസം, 6 മാസം സമയം എടുത്തോട്ടെ. മറ്റൊരാളുടെ അവഗണന കൊണ്ട് സങ്കടപ്പെടുന്നേക്കാൾ എത്രയോ നല്ലതാണ് നമുക്കിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് എന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരാൾക്കും നിങ്ങളെ ഹർട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവരെത്ര ബിസിയാണോ അതിനേക്കാൾ കൂടുതൽ ബിസി നിങ്ങളാണ്. അപ്പോൾ അവർക്ക് തോന്നിപ്പോവും, ആരാണോ നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയായിരിക്കുന്ന ആൾ, അവർക്ക് നിങ്ങളുടെ മൂല്യം നിങ്ങളെക്കാൾ കൂടുതൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. എൻ്റെ ഉള്ളിൽ നിന്ന് അവരെക്കാൾ കൂടുതൽ പോസിറ്റീവായിരിക്കുന്ന, പവർഫുൾ ആയിരിക്കുന്ന ആ ഒരു ശക്തി, ഊർജം, വൈബ്രേഷൻ പുറത്തു വരാൻ തുടങ്ങുമ്പോൾ പണ്ട് അവർക്ക് നിങ്ങളോടുണ്ടായ ഒരു താല്പര്യം ഉണ്ടല്ലോ, ആകർഷണം ഉണ്ടല്ലോ, റെസ്പെക്റ്റ് ഉണ്ടല്ലോ, എഗെയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതേസമയം നമ്മൾ യാചിക്കാൻ പോകുന്ന, അതെന്തിനു വേണ്ടി യാചിച്ചാലും, അത് സ്നേഹത്തിന് വേണ്ടിയാണെങ്കിലും കെയറിങ്ങിന് വേണ്ടിയാണെങ്കിലും അല്ല നിങ്ങൾക്ക് തൻ്റെ ആദരവിന് വേണ്ടിയാണെങ്കിലും, യാചിക്കുന്നവരുടെ പേര് യാചകൻ എന്നാണ്. യാചകന് ആരും ഒന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ യാചകരുടെ അവസ്ഥയിലേക്ക് പോകരുത്, ദാതാവിൻ്റെ അവസ്ഥയിലേക്ക് പോകൂ. അവർ നിങ്ങൾക്ക് വില തരുന്നില്ലേ, നിങ്ങളുടെ വില സ്വയം ആ ലെവലിൽ എത്തിച്ചുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ വില വെച്ചേ തീരൂ, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രോബ്ലത്തിന്, അവഗണനേനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റും. എടുത്തു പറയുകയാണ് ഞാൻ, എന്നെ ഒരാൾ അവഗണിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ മൂല്യത്തെ വർദ്ധിപ്പിച്ചിട്ടാണ് ഉത്തരം കൊടുക്കേണ്ടത്, അല്ലാതെ പ്രതികാരത്തിലല്ല. പോയിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്താൽ മതി, എനിക്കിനി ജീവിക്കണ്ട എന്ന് പറയുന്നില്ല. അവർ ജയിച്ചു, നിങ്ങൾ തോറ്റു. നിങ്ങൾ കരഞ്ഞിരുന്നു കൊണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോ, ഞാനും എൻ്റെ വഴിക്ക് പോവാം എന്ന് കരഞ്ഞു പറഞ്ഞിരിക്കുന്നുവെങ്കിൽ അവർ ജയിച്ചു, നിങ്ങൾ തോറ്റു. നമുക്ക് ജയിക്കണം. ഈ ജീവിതം ജയിക്കാനുള്ളതാണ്, തോൽക്കാനുള്ളതല്ല. പക്ഷെ ജയിക്കേണ്ടത് യുദ്ധം ചെയ്തിട്ടല്ല, ജയിക്കേണ്ടത് പ്രതികാരം ചെയ്തിട്ടല്ല, ജയിക്കേണ്ടത് വളർന്ന് കാണിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ വാല്യൂ, ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ മറ്റൊരു മനുഷ്യൻ ആധാരമേ അല്ല. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ആധാരം ഉണ്ടെങ്കിൽ അത് സ്വയം ഭഗവാൻ മാത്രമാണ്. ആ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനും ഒരു കാരണവശാലും ഒരിക്കലും ചതിക്കൂല്ല, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈശ്വരൻ്റെ കൈ മുറുക്കെ പിടിച്ചോ. എന്നിട്ട് സ്വന്തം ഡെവലപ്മെന്റിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ, ഒരു കൊച്ചു കുഞ്ഞ് ഹൈറ്റിൽ നിൽക്കുന്ന ഒരു മാമ്പഴം കിട്ടാൻ വേണ്ടി ചാടി പിടിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. അത് കണ്ടുവരുന്ന അച്ഛൻ ആ കുഞ്ഞിനെ എടുത്ത് തോളത്തിരുത്തിയിട്ട് ആ മാങ്ങ പൊട്ടിക്കാനുള്ള അവൻ്റെ ആഗ്രഹത്തെ പൂർത്തീകരിച്ചു കൊടുക്കാറുണ്ട്. ലൗകിക അച്ഛന്മാരെ ഇത്രയും സ്നേഹിക്കുന്നുവെങ്കിൽ പാരലൗകിക പിതാവായ പരമാത്മ, സ്നേഹസാഗരനായ ഭഗവാൻ നിങ്ങളുടെ ഹൈറ്റ്സിലേക്ക് പോകാനുള്ള ആ ആഗ്രഹത്തെ സ്വന്തം തോളത്തിരുത്തിക്കൊണ്ട് പൂർത്തിയാക്കി തരും. അതിലൊരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട. പക്ഷേ നിരാശരാവരുത്. നെഗറ്റീവ് തോട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്താൽ ഈശ്വരൻ നമ്മളെ സ്പർശിക്കാനാവില്ല. അതുകൊണ്ട് പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യണം, ഹൈറ്റ്സിലേക്ക് പോകണം. ഇതൊരു വിധിയാണ്. രണ്ടാമത്തെ, ഹൗ ടു സെറ്റിൽ നെഗറ്റീവ് അക്കൗണ്ട്സ് ഒരു വീഡിയോ ഞാൻ മുന്നത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇന്ന് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കണം. നമ്മളെ എംപവർ ചെയ്യുന്നതിനൊപ്പം എന്തെങ്കിലും കാർമിക് അക്കൗണ്ടിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ റിലേഷൻ തകരുന്നതെങ്കിൽ അതിനെ ഹീൽ ചെയ്യാനുള്ള ടെക്നിക്കും നമ്മൾ ചെയ്യണം. ഈ 2 കാര്യം നിങ്ങൾ ചെയ്ത് മുന്നേറി നോക്ക്. നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് അക്കൗണ്ട് കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണെങ്കിൽ അധികം വൈകാതെ ഇതെല്ലാം മാറി ഇല്ലാതാവും. നിങ്ങളുടെ മൂല്യം സ്വയം കുറഞ്ഞു പോയത് കൊണ്ടാണ് ആ റിലേഷൻ തകരുന്നതെങ്കിൽ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ചെയ്യുന്നതോടെ അവരും നിങ്ങളെ വാല്യൂ ചെയ്യാൻ തുടങ്ങും. ഇനി വളരെ റെയർ കേസസ്, ഇതൊന്നുമല്ലാതെ അവർ ചില സ്വഭാവ
സ്വഭാവദൂഷ്യമുള്ളവർ അവരുടേതായിട്ട് രക്ഷയ്ക്ക് പോകുന്നവരായിരിക്കും. എങ്കിൽ കരഞ്ഞു ജീവിതം തീർക്കാതെ നമുക്ക് നമ്മുടെ ജീവിതത്തോടു കൂടി മുന്നോട്ട് പോകാനും സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു താളപ്പിഴ, ജീവിതം അവസാനിപ്പിക്കാൻ, നിരാശരായിട്ട് മുന്നോട്ട് പോകാൻ, ഡിപ്രഷൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ട് ജീവിതം നശിപ്പിക്കാനുള്ളതല്ല, നമുക്ക് മുന്നോട്ട് പോകാനുള്ളതാണ്. പോവണം, പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് ഈശ്വരൻ്റെ കൈ പിടിക്കണം. നമ്മൾ അവനവൻ്റെ ശക്തിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് സെൽഫ് എംപവർമെൻറ്റിലൂടെ ശക്തിശാലി വ്യക്തിത്വങ്ങളായിട്ട് മാറാനുള്ള അവസരമാക്കി ഇതിനെ മാറ്റി നിങ്ങൾ എന്ന ഒരിക്കലും നിങ്ങൾക്ക് കരയേണ്ടി വരില്ല. ആ ശക്തി ഭഗവാൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.